ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു ദ അനദർ വീഡിയോ ഓഫ് മൈ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ വേദു ഉണ്ട് കേട്ടോ. കാരണം വേദുവിനെ ഡേ കെയറിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഡേ കെയർ. രാവിലെ ആയിട്ട് വേദുവിനെ റെഡിയാക്കി ഞങ്ങൾ ഡേ വന്നപ്പോഴേക്കും 7:40 8 മണിക്ക് വേദുവിനെ ആക്കിയിട്ട് വേണം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി. അങ്ങനെ വേദുവിനെ ഡേ കെയറിലാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അച്ഛനോട് ബൈ പറഞ്ഞ് ഞാൻ നേരെ പോകുന്നത് എൻ്റെ ബസ് സ്റ്റോപ്പിലേക്കാണ്. എന്നത്തെ പോലെ ചൂടിന് ഒരു കുറവുമില്ല. 8 മണിയാകുമ്പോൾ കറക്റ്റ് ബസ് വരും കേട്ടോ. അങ്ങനെ ബസ് വന്നു. ബസ്സിൽ കയറി കറക്റ്റ് 9 മണിയായപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ചായയും സമൂസയും കഴിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഫിനിഷ് ചെയ്ത് അങ്ങനെ നേരെ നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് അറബിക് കോഫിയൊക്കെ കിട്ടി. അതൊക്കെ കുടിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 1 മണിക്കാണ് നമുക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടുന്നത്. ഇന്ന് ലഞ്ചിനാണെങ്കിൽ ചോറും സാമ്പാറും നല്ല മീൻവറുത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂട്ടി ലഞ്ചെല്ലാം കഴിച്ച് വീണ്ടും വർക്കിലേക്ക് കയറിയിരിക്കണേ. എല്ലാം കഴിഞ്ഞ് 5 മണിയായപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ പുറത്ത് കിടക്കുന്ന കമ്പനി ബസ്സിൽ കയറി നേരെ തിരിച്ചു പോവാണ് കേട്ടോ. കറക്റ്റ് 5:15 ആകുമ്പോഴേക്കും ബസ് എടുത്ത് ഇന്ന് സിനിമ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങി കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും എൻ്റെ സ്റ്റോപ്പ് എത്താറായി. അപ്പോഴേക്കും അച്ചു സ്റ്റോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇനി ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ പോയിട്ട് വേണം വേദുവിനെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ നേരെ ഡേ കെയർ വന്ന് വേദുവിനെ കൂട്ടിയിട്ടുണ്ട്. ആൾ ഉറക്കത്തിലായിരുന്നേ. ഞങ്ങൾ കണ്ടപ്പോൾ ചിരിച്ചൊക്കെ കാണിച്ച് ആൾക്ക് സന്തോഷമായി. 6 മണിയായപ്പോഴേക്കുമാണ് റൂമിലേക്ക് എത്തിയത്. റൂമിലെത്തിക്കഴിഞ്ഞ് ആദ്യം വേദുവിനെ ഒന്ന് സെറ്റിലാക്കണം. അവൾക്ക് മരുന്നൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവളെ സെറ്റാക്കി കിടത്തി കേട്ടോ. പിന്നെ നേരെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തുകൊണ്ട് പോകുന്ന നേരെ അടുക്കളയിലേക്കാണ്. ചായ വല്ലതും ഉണ്ടാക്കി കുടിക്കണം. അപ്പോഴേക്കും ഉറക്കാൻ കിടത്തിയ വേദു എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കാണ് കുറച്ച് ഹോർലിക്സ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഹോർലിക്സ് ആണ് കലക്കി കുടിച്ചത്. അതിൻ്റെ കൂടെ 2 ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനും ഹോർലിക്സ് കൊടുത്ത് ഞങ്ങൾ 2 പേരോട് ബിസ്ക്കറ്റൊക്കെ കഴിച്ചേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നൈറ്റ് നമുക്ക് കുറച്ച് മീൻകറി വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ വേദുവിനെ ഉറക്കിയ സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഫിഷ് കറി വെക്കാനുള്ള പ്ലാൻ മാറ്റി ഞങ്ങൾ ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. ഇന്ന് ഡിന്നറിന് വേണ്ടി എടുത്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ എയർ ഫ്രൈ ചെയ്താണ് കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 10 മണിയായി കേട്ടോ. വേദു നല്ല ഉറക്കത്തിലാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ചോറും റെഡിയാക്കി വെച്ചു നാളത്തേക്കുള്ളത്. അച്ചു വേദുവിന് നാളെ ഡേ കെയർ കൊടുത്തുവിടേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നാളത്തേക്കുള്ള ലഞ്ച് എടുത്ത് വെക്കുകയാണ്. ചോറും മീൻ വറുത്തതും കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട് നാളത്തേക്ക് ലഞ്ചിന്. അതെല്ലാം കഴിഞ്ഞ് കിട്ടിയ കുറച്ച് സമയത്ത് ചെറുതായിട്ടൊന്ന് വർക്കൗട്ടും ചെയ്തു കേട്ടോ. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. പിന്നെ വേദുവിന് ഒരു ഉമ്മയും കൊടുത്തിട്ട് കിടന്നു കേട്ടോ.